ഇന്നത്തെ സ്പെഷ്യൽ അധികം കഷ്ടപ്പാടൊന്നുമില്ലാതെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, അവൽ വിളയിച്ചത്. ഇതിനായിട്ട് ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 400 ഗ്രാം അളവിലുള്ള അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും അവൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ വലിയൊരു പാനിനെടുത്തിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒരുപാട് സമയം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ചൂട് മാത്രം മതിയാകും. ചൂടാക്കിയ ശേഷം മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക ഒന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഏലക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരല്പം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്ത ശേഷം ഇതും ആദ്യം തന്നെ ഒന്ന് മാറ്റി വയ്ക്കണം. അതുപോലെ തന്നെ ശർക്കരയും നേരത്തെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 250 ഗ്രാം അളവിൽ ശർക്കരയാണ് പാനിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണെന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 100 ഗ്രാം അളവിൽ പൊട്ടുകടലയുണ്ട്. ഇത് അത്യാവശ്യം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു പൊട്ടുകടല കൂടി നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് കോരി മാറ്റിയ ശേഷം ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കപ്പലണ്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടിയോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കോരി എടുക്കാൻ പറ്റും. ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയ ശേഷം അതേ പാനിലേക്ക് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങ ചെറുതായി ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയിലെ ഈർപ്പമെല്ലാം ഒന്ന് പോയി കിട്ടണം. അതുവരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഡ്രൈ ആവുന്ന രീതിയിലൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളമൊക്കെ ഒന്ന് പോയേച്ചാൽ മതിയാകും. ഇതിലെ ഈർപ്പമെല്ലാം ഒന്ന് പോയ ശേഷം നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ദിവസം ഫ്രിഡ്ജിലൊന്നും കീപ്പ് ചെയ്യാതെ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 250 ഗ്രാം അളവിലുള്ള ശർക്കര ഞാനൊന്ന് പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ശർക്കരയും തേങ്ങയും തമ്മിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കുറച്ചധികം സമയം നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് ഒറ്റനൂൽ പരുവമൊന്നും ആകേണ്ട ആവശ്യമില്ല. എങ്കിലും അത്യാവശ്യം ഒന്ന് തിക്കായി വരുന്ന പരുവത്തിന് ഇത് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ കൃത്യമായി ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു കാര്യം വളരെ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ അവൽ വിളയിച്ചതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റും കൺസിസ്റ്റൻസിയും ഒക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഒന്ന് വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അവൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് തയ്യാറാക്കുകയാണ് ശർക്കരപ്പാനി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ അധിക ദിവസം കേടുകൂടാതെ ഇരിക്കില്ല. പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാൻ സാധ്യത. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊട്ടുകടലയും കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കണം. അതുപോലെ തന്നെ ഈ സമയത്ത് ഏലക്ക പൊടിച്ചത് കൂടെ ചേർക്കാൻ മറക്കരുത്. അതുകൂടെ ആകുമ്പോൾ മാത്രമേ നമ്മുടെ ആ ഒരു അവൽ വിളയിച്ചതിന് കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും എല്ലാം കിട്ടുകയുള്ളൂ. ഞാനിതിലേക്ക് ഉണക്കമുന്തിരി ഒന്നും ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല. അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് മുന്തിരി ചേർക്കാത്തത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മുന്തിരി കൂടെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ഒരു സിമ്പിൾ റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതും എന്നാൽ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാവുന്നതുമായിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്